പിണറായി എന്ന വർഗവഞ്ചകൻ. പിണറായി എന്ന വർഗവഞ്ചകനെ കൊണ്ട് ആകെ ആ പാർട്ടിക്കുണ്ടായ ഗുണം പാർട്ടി ക്ലാസുകളിൽ എത്ര പഠിപ്പിച്ചിട്ടും അണികൾക്ക് മനസ്സിലാകാതെ പോയ ബൂർഷ എന്ന വാക്കിന്റെ അർത്ഥം വെടിപ്പായി തന്നെ പഠിപ്പിച്ചു തന്നു എന്നത് മാത്രമാണ്. പോലീസിന്റെയും ബ്യൂറോക്രസിയുടെയും പരസ്യമോ രഹസ്യമോ ആയ സംഖ്യവൽക്കരണം കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും എതിർത്തത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയല്ല. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട ഓരോ പ്രതിസന്ധിയെയും ഓരോ അവസരമായാണ് പിണറായി വിജയനും CPM എന്ന പ്രസ്ഥാനവും കണ്ടത്. കിറ്റ് കൊടുക്കാൻ വീട്ടിൽ വന്നവർ തന്നെയാണ് അടുത്ത ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അങ്ങനെ ഒരു ജനതയുടെ ഭയത്തിന്റെയും അവശതകളുടെയും നാളെ എന്ത് എന്ന ആശങ്കകളുടെ മുന്നിൽ തുടർ ഭരണം ഉറപ്പിക്കാൻ വന്ന പിണറായി വിജയൻ സംഘപരിവാരത്തിനെ കൂട്ടുപിടിച്ചേ തീരുവെന്നും ഉറപ്പാക്കി. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പോലീസിനെയും ബ്യൂറോക്രസിയെയും ഭരണാധിഷ്ഠിതമായ മതേതര മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണ്. അതിന് സാധിക്കാത്തത് അല്ലെങ്കിൽ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നത് നമ്മുടെ ഇടയിൽ ഭീതിയുടെ വിത്തുകൾ വീണ്ടും വീണ്ടും പാകി വിളവെടുക്കാനാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നാം ഒരു പരാജയപ്പെട്ട ജനതയായി പോകും. ലോകചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ഫാസിസം അധികാരം പിടിച്ചത് മതാന്ധതയുടെ തീവ്രവാദികളുടെ മാത്രം ചുമലിലേറിയല്ല. എന്തു വില കൊടുത്തും പൊതുജനത്തെ കൊള്ളയടിക്കണമെന്ന ലക്ഷ്യവുമായി അധികാരത്തിലിരിക്കുന്ന, അങ്ങനെ മാത്രം അധികാരത്തെ കണ്ട ഒരു കൂട്ടത്തെ മുൻനിർത്തിയാണ് സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് നേരെ കണ്ണടച്ചാൽ CPM എന്ന കൊള്ള സംഘത്തിന് അവരുടെ പരിപാടികളുമായി മുമ്പോട്ട് പോകാം. മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ വർഷങ്ങളോളം ഈ പറഞ്ഞ SP എന്തുകൊണ്ട് ദ്രോഹിച്ചുവെന്നും അതിന് കണ്ണടച്ചു കൊടുത്തവരിൽ ഒന്നാമൻ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ള പിണറായി തന്നെയാണെന്നും ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. അന്നൊന്നും ഉയരാത്ത ഈ ആത്മരോക്ഷം ഇപ്പോൾ CPMന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നത് ഈ ബാന്ധവത്തിലെ വൈരുദ്ധ്യങ്ങളുടെ ആത്യന്തികമായ പുറന്തള്ളലായി മാത്രം കണ്ടാൽ മതി. നഷ്ടം നമ്മൾ മലയാളികൾക്ക് മാത്രമാണ്. പോലീസിലെ ഏതെങ്കിലുമൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വരുന്ന കേവല ആരോപണങ്ങൾ മാത്രമായി ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെ തള്ളിക്കളയാനാവില്ല. നമ്മുടെ സ്റ്റേറ്റിന് തന്നെ അടിസ്ഥാന ഘടനയെ മാറ്റിമറിക്കുവാൻ പതിറ്റാണ്ടുകളായി സംഘപരിവാർ നടത്തുന്ന ഓപ്പറേഷനുകളിലേക്ക് CPMന്റെ കൊള്ളസംഘം പൂർണ്ണമായും വലിച്ചെടുക്കപ്പെട്ടു ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം. പരിധികളില്ലാത്ത സംഘീവൽക്കരണം മതന്യൂനപക്ഷങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നതിൽ തർക്കമില്ല. എന്നാൽ ഭരണകക്ഷി MLA-മാരായ PV അൻവർ, KT ജലീൽ, മുൻ MLA കരാട്ട് റസാഖ് തുടങ്ങിയവർ പ്രവർത്തിച്ച് ആവർത്തിച്ച് ഉദ്ധരിച്ച 2-3 കേസുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആരുടെ സ്വത്തിനും ജീവനും കണ്ണുവെച്ചാണ് സംഘപരിവാർ പോലീസിനെയും ബ്യൂറോക്രസിയും പിടിച്ചെടുക്കുന്നതെന്ന് CPM സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഇതൊരു തരം ഒളിച്ചു കടത്തലും കൂടിയാണ്. അത് തന്നെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിൽ BJPക്ക് വളരാനുള്ള വളമായി CPM സമയാസമയങ്ങളിൽ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വർഗീയ വിഭജന രാഷ്ട്രീയത്തിന് കേരളം പോലൊരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ലെന്നിരിക്കെ പിണറായിയും CPMും പൂരം കലക്കിയും ശബരിമല പറഞ്ഞും സംഘപരിവാറിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ സ്വീകാര്യതയാണ്. വർഗപ്രത്യയ ശാസ്ത്രങ്ങൾക്കും അതിന് നേർ വിപരീത ദിശയിൽ ഒഴുകുന്ന വർഗീയ വിചാരണ ധാരണകൾക്കും ഇങ്ങനെ ഒരു പൊതുവേദി കണ്ടെത്താനാവുമെന്നത് തന്നെ അത്ഭുതമാണ്. എന്നാൽ നാം വസിക്കുന്ന കേരളത്തിൽ വളരെ സാധാരണമായ കാര്യമായി ഇത് മാറിയിരിക്കുന്നു. രണ്ടിനെയും വർദ്ധിത വീര്യത്തോടെ എതിർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കോൺഗ്രസിന് കൃത്യമായുള്ള ആശയ വ്യക്തതയുണ്ട്. കൂടെ നിൽക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. ആ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നാടിനെ കോൺഗ്രസിനെ തിരിച്ചുപിടിച്ചേക്കും.